ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. പ്രവാസ ലോകത്തിൽ നിന്ന് പാട്ടുകളുടെ രചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഷൈല തോമസ് എന്ന പ്രതിഭ. സ്ത്രീ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്ന രചനകളാണ് ഷൈലയുടെ പുതിയ ആൽബത്തിൻ്റെ പ്രത്യേകത. പേര് പെണ്ണാൾ. അതിലെ ആദ്യ പാട്ട് ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു. കിളികൾ പാടും വരെ എൻ നിഴലുമായും വരെ തനിയെ വരുവാൻ ഇനിയൻ പ്രിയതേ. കവിതകൾ എഴുതുമായിരുന്നു. അധികം പേരെ കാണിക്കുന്നില്ലെങ്കിലും അങ്ങനെ എഴുതുന്ന ഇഷ്ടമാണ്. എനിക്ക് കവിതകൾ വായിക്കുന്നതും കവിതകൾ എഴുതുന്നതും തന്നെയായിരുന്നു എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് ആദ്യം പാട്ടായി മാറിയത്. എൻ്റെ പേര് ഷൈല തോമസ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പക്ഷേ ദുബായിലെത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിന് മുകളിലായി ഇപ്പം. പിന്നെ അതിനിടയ്ക്ക് കുറച്ചു കാലം നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ട്രിവാൻഡ്രത്താണ് സെറ്റിലായത്. അപ്പോൾ ഇപ്പം ട്രിവാൻഡ്രം ദുബായ് ആയിട്ട് എൻ്റെ പ്രോജക്റ്റിൻ്റെ വർക്കുകളും പിന്നെ ഞങ്ങളുടെ ഒരു ഓഫീസുണ്ട് നാട്ടിൽ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രവാസ ജീവിതവും നാട്ടിലെ ജീവിതവുമായിട്ട് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയില്ല. അപ്പോൾ രണ്ടും എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നു ദിവസങ്ങൾ. ഫറൂഖ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ചെയ്തത്. 5 വർഷം ഫറൂഖ് കോളേജിലായിരുന്നു. ആ ഒരു സമയത്ത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ ബാലജനസഖ്യം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സംഘടനയാണ്, അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. അപ്പോൾ ആ ഒരു സഖ്യത്തിൻ്റെ ഒരുപാട് ക്യാമ്പുകളും അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് എല്ലാ ആഴ്ചയും ഉണ്ടാവുമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എപ്പോഴും ഉണ്ട് കലാപരമായ, അത് പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടി. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഗുണം ചെയ്തായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിസം ചെയ്തു. അത് കഴിഞ്ഞ് പാരലലായിട്ട് ജേർണലിസവും ഒരു കരിയർ എന്നുള്ള നിലയ്ക്ക് കമ്പ്യൂട്ടർ രംഗത്തും രണ്ടും പാരലലായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് യേശുദാസിനെ EMSനെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ ദാസേട്ടൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെഡ്രാസിൽ തരംഗിണി സ്റ്റുഡിയോയിൽ ദാസേട്ടൻ്റെ കൂടെ ചെലവഴിച്ച ഒരു 2-3 മണിക്കൂറുകൾ. പക്ഷേ ഒരു കരിയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് അങ്ങനത്തെ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കമ്പ്യൂട്ടർ പഠനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ള നിലയ്ക്കാണ് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തത്. കുറച്ചു കാലഘട്ടങ്ങളിൽ എനിക്കിതിനകത്ത് നിന്ന് ടോട്ടലി വിട്ടു നിൽക്കേണ്ടി വന്നു, പിന്നെ കുട്ടികൾ ചെറുതായിരുന്നത് കൊണ്ടുമൊക്കെ. പക്ഷേ ഹസ്ബൻഡ് ടോമിയുടെ അടുത്ത് നിന്നൊരു നല്ല സപ്പോർട്ടായിരുന്നു. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്യുവാണെങ്കിലും ഹീ സപ്പോർട്ട്. നടിയായ സുരഭിലക്ഷ്മിയാണ് ഒരു കവിത എൻ്റെ അടുത്ത് നേരത്ത് കൊണ്ടുപോയി അന്ന് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട്. സംഗീതും രമേശും രണ്ടുപേരുമാണ് പിന്നെ അതിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ് മറ്റു പാട്ടുകൾ. അപ്പോൾ അവരെടുത്ത് കൊണ്ടുപോയിട്ട് സംഗീതം ചെയ്ത് എനിക്ക് തന്നു. അപ്പോൾ അത് കേട്ടപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് എന്നാൽ പാട്ട് എഴുതാം എന്നുള്ളൊരു. അപ്പോൾ അത് 1 പാട്ടായി 2 പാട്ടായി അങ്ങനെ അതൊരു 7-8 പാട്ടുകൾ ഒരു സ്ട്രീമിൽ ഒരേ സീരീസിൽ വന്നു. സുജാത, വേണുഗോപാൽ, സുദീപ്, സച്ചിൻ, ഗായത്രി അവരൊക്കെയാണ് അതിനകത്ത് പാടിയിരിക്കുന്നത്.
പോലെ നില്ലവേ അരികിൽ വന്നുവോ നീ. അതെനിക്കൊരു നല്ല ലൈനപ്പ് ആയിരുന്നു. പക്ഷെ പിന്നീട് വന്ന ഇപ്പം റീസെൻ്റ്ലി റിലീസ് ചെയ്ത പെണ്ണാൾ എന്ന് പറഞ്ഞ ഒരു ആൽബം പെണ്ണിൻ്റെ ജീവിതത്തിലെ 5 സ്റ്റേജസ് ആണ്. അതായത് ബാല്യം തൊട്ട് വാർദ്ധക്യം വരെ. 1 2 3 4 ഒളിച്ചേ അക്കം പക്കം നീയും ഞാനും ഒളിച്ചേ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പുതിയ പ്രോജക്റ്റ്. അതിൻ്റെ ഫസ്റ്റ് പാട്ട് ബാല്യം, ശ്രേയ ജയദീപ് പാടിയ പാട്ട് യൂട്യൂബിൽ മ്യൂസിക് ഡയറക്ടർ ശ്രീ M ജയചന്ദ്രൻ റിലീസ് ചെയ്തു. അഭിനയം, ആങ്കറിങ്, ഇതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക സൈഡ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്ത ചില ആക്ടിവിറ്റീസ്. അത് അങ്ങനെ ഒരു മെയിൻ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഒരിക്കലും അതെടുത്തിട്ടില്ല. അതെല്ലാം സുഹൃത്തുക്കൾ വഴി വന്ന ചില പ്രോജക്ട്സ് ചെയ്തു എന്നേ ഉള്ളൂ. കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിന്നുടെ സ്പന്ദന താളജതി വേഗം ആത്മാവിൽ നിറയുന്ന ഗീതികയായി. പാട്ട് എഴുതുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കുറവാണ്. മുമ്പ് അത് എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആരെയും പോലെ തന്നെ എനിക്കും സിനിമയിൽ ഒരു പാട്ട് എഴുതുന്നതിനെ കുറിച്ചുമൊക്കെ കുറച്ചുകൂടെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഒരു കുഞ്ഞു സ്വപ്നത്തിൻ പാതി. ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് നമുക്ക് സിനിമയിലൂടെ തന്നെ അല്ലെങ്കിലും നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള പ്രോജക്റ്റിൽ ഈ പറഞ്ഞ പോലെ ആൽബമായിട്ടൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ പാട്ട് എഴുതുന്ന ഒരു പ്രോസസ്സിലൂടെ പോകുന്നത്. എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം കുറേ പാട്ടുകളായി. ഹസ്ബൻഡ് ടോമി വർഗീസ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. കുട്ടികൾ 2 പേര്, മീര ആൻഡ് രാഹുൽ. മീര ഇപ്പോൾ 10th ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. മോന് 7th അപ്പം അവരും ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും. പെണ്ണാൾ എന്ന പ്രോജക്റ്റിൽ മുഖ്യധാരയിലെല്ലാം സ്ത്രീജനങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനും പിന്നെ ഡോക്ടർ ഷാനി ഹഫീസ്, ഞങ്ങൾ 2 പേരുമാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഷാനി തന്നെയാണ് എൻ്റെ കോ പ്രൊഡ്യൂസറും.